BCK ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഡ്രയറിനെ പറ്റിയാട്ടോ. രാവിലെ തന്നെ ജാതിക്ക പോയി തോട്ടത്തിൽ പോയി പറിച്ച് ഈ രീതിയിൽ അടർത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുവും നമ്മളിപ്പോൾ ഈ ഡ്രയറിലേക്ക് ഇത് ഇടാൻ പോവുകയാണ്. ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഡ്രയറാണ്. 15 കിലോ വരെ മാക്സിമം പൂവും കായും നമുക്കിതിൻ്റെ അകത്ത് ഡ്രയറിൽ ഇട്ട് ഉണക്കിയെടുക്കുക. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഈ തട്ടിൽ നമ്മളിങ്ങനെ പൂവ് ഇട്ടിരിക്കുകയാണ്. ഈ പൂവ് ഉണങ്ങിയെടുക്കാൻ ഈ ഡ്രയറിൽ ഒരു 5 മണിക്കൂർ കൊണ്ട് ഈ പത്തിരിപ്പൂവ് നല്ല രീതിയിൽ ഉണക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് ഈ പൂവിൽ നിന്ന് അടർത്തി മാറ്റിയ കുരുവാണ്. അത് നമ്മൾ ഈ താഴത്തെ തട്ടിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു 15 കിലോ മാക്സിമം കൊള്ളുന്ന ഒരു ഡ്രയറാണ്. വലിയധികം കറണ്ട് ചാർജ് ആകുന്നില്ല. ഇത് ഇന്നലത്തെ കുരുവാണ്. ഏകദേശം ഉണങ്ങി റെഡിയായിട്ടുണ്ട്. ഈ ഡ്രയറിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീടുകളിൽ ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ ഉണങ്ങിയെടുക്കാം. അതുപോലെ തന്നെ കൈതച്ചക്ക കീറി അത് ഉണക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള സാധനമെല്ലാം ഇതിൻ്റെ അത് തന്നെ ഉണക്കിയെടുക്കാം കേട്ടോ. ചക്ക സീസണിൽ ചക്കച്ചോളം ഉണക്കിയെടുക്കുക. അങ്ങനെ ഡ്രൈ ആക്കാൻ വേണ്ടതെല്ലാം ഈ ഡ്രയറിൽ ഉണക്കിയെടുക്കുക. ഇനി നമ്മളിത് അടച്ചു. ഇനി ഓൺ ചെയ്യുവാണേ. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ നോക്കിക്കോ. ഇതിപ്പോൾ ടെമ്പറേച്ചർ 25 കാണിക്കുന്നത്. ഇത് സെറ്റ് ചെയ്തേക്കുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ്. 60 ആകുമ്പോൾ നല്ല രീതിയിൽ ചൂടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ ഈ ഡ്രയർ കൊണ്ട് സാധിക്കും. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് സാധാരണ രീതി കൃഷി ചെയ്യുന്നവർക്ക് ഈ ചെറിയ ഡ്രയർ മതിയാവും. ഇതിൻ്റെ വലുത് പല ടൈപ്പിലുള്ളതുണ്ട്. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി വേസ്റ്റ് ആകാതെ ഈ സാധനം ഈ ഡ്രയറിൽ ഉണക്കിയെടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.